ഉല്ലാസ് ബാബു, ഈ വാർത്തയൊന്നും അറിയാതെ ഇന്ന് പത്രം ഇത് തള്ളുമെന്ന് കരുതാതെയാണോ BJP നേതാക്കൾ അമിതാവേശം കാണിച്ച് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തെ ഏറ്റുപിടിക്കുകയും പിന്നീട് ഇത് തള്ളുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ തള്ളുകയും ചെയ്യുന്നത്? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, എന്ത് മുഖ്യമന്ത്രിയുടെ പരാമർശം പത്രം തള്ളിയത് അറിയാതെയാണെന്ന് ചോദിക്കുന്നത്? എന്നെ അരുൺകുമാറെ മുഖ്യമന്ത്രി ഇത് അറിയാതെ പറഞ്ഞെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഒരു മുന്നത്തെ പത്രസമ്മേളനം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ പത്രങ്ങളുടെ മുമ്പിൽ അങ്ങനെ അനാവശ്യം പറയുന്ന ആളല്ലാലോ, എനിക്ക് ഈ പണി ഇന്നലെയും ഇന്നും തുടങ്ങിയതല്ലാലോ, ഞാൻ എന്തൊക്കെ എങ്ങനെയൊക്കെ എവിടെ പറയണമെന്ന് ബോധ്യമുള്ള ആളാണല്ലോ എന്ന് കൃത്യമായിട്ട് നിങ്ങളോട് കൃത്യമായി പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതൊക്കെ മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പ്രയാസം വന്ന് പ്രശ്നം വന്ന സമയത്ത് ഇവർക്കതൊരു വിവാദമുണ്ടാകുന്നു എന്ന് തോന്നിയപ്പോൾ അവരെന്ത് ചെയ്തു? അതിനോട് പിൻവലിക്കാൻ തീരുമാനിച്ചു. അതിന് ഹിന്ദു പത്രത്തിനെ കെട്ടി, പച്ച നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവരങ്ങോട്ട് കെട്ടി. ഹിന്ദു പത്രം സ്വാഭാവികമായിട്ട് ആ കെട്ടിന് കൂട്ടുനിന്നു. അപ്പോൾ ഹിന്ദു പത്രം അതിൽ ആദ്യം എഴുതിയത് എന്താ? അരുൺകുമാർ എന്താ പറയാത്തത്? PR ഏജൻസി വഴിക്ക് മുഖ്യമന്ത്രിയുടെ അഭിമുഖം വേണമെന്ന് അവർ പറഞ്ഞു. ഒരു മുഖ്യമന്ത്രിക്ക് അഭിമുഖം കൊടുക്കണം. കേരളത്തിലൊരു വലിയ തീ പിടിച്ച കുട്ടിയുണ്ടാകുമ്പോൾ ഹിന്ദുവിൽ പോയിട്ടുമില്ലല്ലോ അഭിമുഖം കൊടുക്കുക. കേരളത്തിൽ പത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനകത്ത് കൊടുത്തിൽ കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ടായിരുന്നു. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും അതിൽ യാഥാർത്ഥ്യം ഉണ്ടെന്ന് ഇന്നലെ മുഖ്യമന്ത്രി അതിനെ തിരുത്തി പറഞ്ഞത് എന്താണ്? കണക്കുകളോട് വായിച്ചു. ആ കണക്കുകളിൽ ബോധ്യപ്പെടുന്നത് എന്താണ്? അവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ PR ഏജൻസിയെ ആര് വയ്ക്കുന്നു? PM മനോജ് ലെറ്റർ എഴുതിയിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രിക്ക്. ഇന്നലെ കാലത്ത് വന്ന സാധനത്തിന് വൈകുന്നേരം ലെറ്റർ അയക്കുക. PM മനോജ് അയച്ചിട്ടുണ്ടല്ലോ ഹിന്ദുവിനെ ലെറ്റർ തിരുത്തണം എന്ന് പറഞ്ഞ്. എന്താ PM മനോജ് കാലത്ത് കണ്ടില്ലേ? അത് 6 മണിക്ക് 6:30 പത്രം അടിച്ചു വന്നപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഈ PR ഏജൻസിനെ വെച്ചതാരാ? PR ഏജൻസിക്ക് കാശ് കൊടുക്കുന്നത് ആരാ? അത് നികുതി പണത്തിൽ നിന്ന് കൊടുക്കുന്ന കാശാണോ? എൻ്റെ പൊന്നു അരുൺകുമാർ, നമുക്കൊക്കെ അത് മനസ്സിലാവില്ല. ഇപ്പം മുഖ്യമന്ത്രിയുടെ ഭാഷ പറയുകയാണെങ്കിൽ അരുൺകുമാർ ഞാനൊക്കെ സാമാന്യ ബുദ്ധിയില്ലാത്തവരാണ്. കാരണം അദ്ദേഹം പറഞ്ഞ വാർത്തയിൽ എന്നെക്കുറിച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ആളാണല്ലോ എന്നല്ലാണ് പറഞ്ഞത്. അങ്ങനെ സാമാന്യ ബുദ്ധിയില്ലാത്ത ആൾക്കാരുടെ ഒരു ചെറിയൊരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. മുഖ്യമന്ത്രിക്ക് ഈ വക കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംവിധാനങ്ങളില്ല എങ്കിൽ PR ഏജൻസിക്ക് കാശ് കൊടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു സമ്മതിക്കാൻ എന്താ അണക്കിടുന്നേ? രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാണെങ്കിൽ യാഥാർത്ഥ്യമാണെന്ന് പറയാനുള്ള നട്ടല് കാണിക്കുന്നേ. മൂന്നാമത്തെ കാര്യം, ആരോപണം മഹാരാഷ്ട്രയിൽ BJPയുടെ വിജയത്തിന് വേണ്ടി PR ഏജൻസിയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി അഭിമുഖം തയ്യാറാക്കിയതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, അവർക്ക് വട്ടാണെന്ന്. BJPയുടെ തെരഞ്ഞെടുപ്പിന് ഒരു PR ഏജൻസി ഏത് കൈസനും BJP ആയിട്ട് എന്താ ബന്ധം? അരുൺകുമാർ എന്ന് പറഞ്ഞ അരുൺകുമാർ ആരോപണം ഉന്നയിച്ചില്ലേ? ഈ ഇരട്ടച്ചങ്കൻ, ഈ ക്യാപ്റ്റൻ, ഈ എന്താ പറയുക പതറാതെ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ ഉണ്ടാക്കിയത് ഇതേപോലത്തെ PR ഏജൻസിനെ വെച്ച് ഇവരുടെ അഭ്യാസം തന്നെയായിരുന്നു. ഞങ്ങൾ വരും, എല്ലാം ശരിയാവും, LDF വരും, എല്ലാം ഇതൊക്കെ PR കച്ചവടം തന്നെയായിരുന്നില്ലേ? സ്വാഭാവികമായിട്ട് ഈ PR കച്ചവടം തുടങ്ങിയിട്ട് കാലം കുറയായിട്ടുണ്ട്. പിന്നെ BJPക്ക് ഇതിൽ ബന്ധം, BJPയെ സഹായിച്ചു. അരുൺകുമാറിന്റെ ആരോപണം അരുൺകുമാർ ഇൻട്രോ വായിക്കുമ്പോഴും പറഞ്ഞു. അരുൺകുമാർ ഒന്ന് പറഞ്ഞേ, ഇതിലെന്താ BJPക്ക് ബന്ധം? അരുൺകുമാർ പറ, ഇതിലെന്താ BJPക്ക് ബന്ധം? ആരോപണമാണ് BJP ഇതിന് പിന്നിലുള്ള സുബ്രഹ്മണ്യൻ മാനേജ് ചെയ്തിരിക്കുന്നത്. വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ മതി, കാണാം. ആരാ പറഞ്ഞു? ആരോ? നിങ്ങൾ 75% റിലയൻസിന് പങ്കാളിത്തമുണ്ടെന്ന് പറഞ്ഞു. റിലയൻസിൻ്റെ ഓണർ JP നഡ്ഡയാ? മുകേഷ് അംബാനിയാണ് സാർ. 2019 ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന ഓപ്പണായിട്ട് പ്രഖ്യാപിച്ച മുകേഷ് അംബാനിയാ. നിങ്ങളെന്താ വെറുതെ അതും ഇതും PR ഏജൻസി വളരെ പ്രൊഫഷണൽ സ്ഥാപനമാണല്ലോ. അതിൽ നരേന്ദ്രമോദിയുടെ വിജയത്തിനായി പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ച ഏജൻസികളിലൊന്നാണെന്നാണ് പറയപ്പെടുന്നത്. വർഷങ്ങൾക്കും 20 വർഷങ്ങൾക്കും മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് PR ഏജൻസി തന്നെ അവകാശപ്പെടുന്നത് നരേന്ദ്രമോദിയുടെ പല ഇവന്റുകളും മാനേജ് ചെയ്തത് തങ്ങളാണെന്നാണെന്നേ. പ്രവൃത്തി നടപ്പിലാക്കുന്നുണ്ടെന്ന് BJP എത്ര കാലമായി പറയുന്നു. അന്ന് നിങ്ങൾ ഇതിനെ പ്രതിപക്ഷ ആരോപണമായി പറഞ്ഞു. ഇപ്പൊ മുഖ്യമന്ത്രി അത് തുറന്നു പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ട് കാലിളകി. അരുൺകുമാർ വലിയൊരു ക്രൂരത കൂടി കാണിച്ചു. എന്താ അറിയോ? അതിനകത്തൊരു മതമുണ്ടെന്ന് ഒരു ലൈനിലൊരു സൂത്രൊപ്പിച്ചു. ഈ ഇൻട്രോ പറയുമ്പോൾ എവിടെയാണ് അരുൺകുമാറെ മതം പറഞ്ഞിരിക്കുന്നു? ഒന്ന് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ അരുൺകുമാർ മാപ്പ് പറയണ്ടേ? ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, രാഷ്ട്രീയത്തിൽ അഭ്യാസങ്ങൾ കളിക്കുമ്പോൾ അത് പാളിപ്പോകുന്ന സമയത്തെ ഈ വക അരുൺകുമാറിനെ പോലുള്ളവർ കാണിച്ച ഉരുണ്ടുകളിയൊക്കെ അവർ നടത്തും. സ്വാഭാവികമാണ്. അല്ലാണ്ട് ഇപ്പോൾ അവർക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നുള്ളത്. പക്ഷെ ഒരു യാഥാർത്ഥ്യ മുഖ്യമന്ത്രി കാലങ്ങൾക്ക് ശേഷം പറഞ്ഞു. ഇവിടെ സ്വർണ്ണക്കടത്ത് അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഹവാലപ്പണം നല്ല കച്ചവടം നടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന PV അൻവർ എന്താ പറഞ്ഞാൽ, കൊണ്ടോട്ടിയിലെ ബസ് മുതലാളിക്കറിയാം, കാർ ഡ്രൈവർക്കറിയാം, തൂപ്പുകാർക്കറിയാം, നടക്കണവർക്കറിയാം, ചായക്കടക്കാർക്കറിയാം, അവിടെ മുഴുവൻ ഈ കച്ചവടമാണെന്ന് അയാൾ തന്നെ പറഞ്ഞില്ലേ?
അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഞങ്ങൾ എത്ര വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് നിങ്ങളിതിനെ പ്രതിപക്ഷ ആരോപണമായിട്ടും BJPയുടെ ഒരു രാഷ്ട്രീയമായിട്ടും അതിനെ വർഗീയവാദമായിട്ടൊക്കെ നിങ്ങൾ അതിനെ ചിത്രീകരിച്ചു. ഇപ്പം ആ യാഥാർത്ഥ്യം എന്താ മുഖ്യമന്ത്രിക്ക് ഇത് മുമ്പേ പറയാൻ പറ്റാഞ്ഞത്? 5-8 കൊല്ലമായിട്ട് ഈ കണക്കുകളെല്ലാം കൃത്യമായിട്ടുണ്ടായിരുന്നിട്ട് PV അൻവറിനെ സംരക്ഷിച്ച് ഇതിനൊക്കെ സൂത്രപ്പണി കാണിച്ച് അതിനൊക്കെ ഒക്കത്തിട്ട് പാലും തേനും കൊടുത്ത് വളർത്തിയിട്ട് ഇപ്പം പെട്ടെന്ന് എന്താ അങ്ങനെ പറയാൻ തോന്നി? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ രാഷ്ട്രീയമാണ്. ഇന്ന് ജമാഅത്തിനെ തള്ളിപ്പറയുന്നവർ ഒരു കാലഘട്ടത്തിൽ ജമാഅത്തേക്ക് വേണ്ടിയിട്ട് ഇൻട്രോ ദേശാഭിമാനിയിൽ എഴുതിയ ആളുകളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം, എഡിറ്റോറിയൽ എഴുതിയ ആളുകളാണ്. ഇവരെല്ലാ മതമൗലികവാദികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ നാടിന്റെ കൂട്ടിച്ചോറാക്കുന്ന പ്രവർത്തിയിൽ 1-ാം നമ്പറുകാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. ആവശ്യമില്ല എന്ന് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കടത്തുന്നത് ഏത് പോർട്ട് വഴിയാണ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു? ആ പോർട്ടും അവിടുത്തെ ജനതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു? ഞാൻ ചോദിച്ചിട്ടെ, ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ കേരളത്തിൽ ആ ജനതയുമായി ബന്ധമുണ്ട്, കൊണ്ടുപോകുന്ന ആളുകളാണ് ഞങ്ങൾ പറഞ്ഞത്, ഈ കള്ളത്തരങ്ങൾ ഇത്രയും കാലമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്, ഈ നാട്ടിലേക്ക് ഒഴുകി വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ അരുൺകുമാറെ, മുഖ്യമന്ത്രിയായ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് ഈ കൊണ്ടുവരുന്ന സ്വർണ്ണം ആരെ കൊണ്ടുപോകണമെന്ന് അന്വേഷിക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണോ? അതെവിടേക്ക് പോകുന്നു, എവിടെ കൊണ്ടുപോയിട്ട് അത് വെയിറ്റ് എടുക്കുന്നു, എവിടെ കൊണ്ടുപോയിട്ട് അത് ആഭരണാക്കണു, എവിടെ കൊണ്ടുപോയി കോടീശ്വരന്മാരാകുന്നു എന്ന് അന്വേഷിക്കാൻ ഞാനോ പഠിപ്പിച്ചു കൊടുക്കണോ? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, വിജിലൻസ് ഇല്ലേ, ക്രൈംബ്രാഞ്ച് ഇല്ലേ, സൈബർ ലോ ഇല്ലേ, കസ്റ്റംസിന് എന്താ പണി ഉല്ലാസ്? കസ്റ്റംസ് ആയാലും എന്താ, ഏത് കസ്റ്റംസ് ആണെങ്കിലും ഏത് പോലീസ് ആണെങ്കിലും എന്റെ അരുൺകുമാറെ, ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഉരുണ്ട് കളിക്കരുത്. ചോദ്യം വളരെ കൃത്യമാണ്. 147.79 കിലോഗ്രാം സ്വർണ്ണവും കരിപ്പൂർ വിമാനത്താവളം വഴിയാണ്. കരിപ്പൂർ വിമാനത്താവളത്തിലെ ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ട കസ്റ്റംസിന്റെ ഉപകരണത്തിന് എന്താ ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല? എൻ്റെ അരുൺകുമാറെ, നാട്ടിൽ നടക്കുന്ന ഈ കള്ളന്മാരെ കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ സൂത്രം അടിച്ച് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ കണക്കൊക്കെ മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ടല്ലോ. നിർത്ത് അതിന്റെ കണക്ക് മുഖ്യമന്ത്രി ഇന്നലെ വാറോല വായിച്ചല്ലോ. ആ വായിച്ച കണക്ക് ഇത്ര കാലമായിട്ട് മൂടി വെച്ചതിന്റെ ചേതോവികാരം എന്താന്നാ ചോദിച്ചേ? അങ്ങനെ ചെയ്യണമായിരുന്നോ? പോയി എന്ന് അന്വേഷിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി അതിൽ നിന്ന് ഒളിച്ചോടിയത് എന്താണ്? വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന കണക്കാണ്. ആ കണക്കുകൾ ക്രോഡീകരിച്ചു പറഞ്ഞതേ ഉള്ളൂ മുഖ്യമന്ത്രി. ആ പറഞ്ഞ കണക്കിൽ എന്റെ സംശയം ഇത് പോലീസ് അല്ല പിടിക്കേണ്ടത്, കസ്റ്റംസ് ആണ് എന്ന വസ്തുതയിരിക്കെ 102 പ്രകാരം ഒരു മോഷണ കേസായി മാത്രം മാറുന്ന ഒരു കേസായി ഇത് മാറ്റി അതിന് ഉത്തരവാദി കസ്റ്റംസ് കൂടിയാണെന്നാണ് എന്റെ. Debate with Arun Kumar.